ഹായ്. അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോ ഈ ഒരു ഫോണിനെ കുറിച്ചാണ്. സാംസങ്ങിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ വന്നിട്ടുള്ള സാംസങ് ഗാലക്സി A16 5G എന്ന മോഡലാണ് എന്റെ കയ്യിലുള്ളത്. ഒരു 19,000 രൂപയുടെ താഴെയാണ് ഇതിനൊരു പ്രൈസ് വരുന്നത്. കുറച്ച് ദിവസമായി എന്റെ കയ്യിൽ ഈ ഒരു ഫോൺ കിട്ടിയിട്ട്. അപ്പോൾ കുറച്ച് യൂസ് ചെയ്തിട്ട് റിവ്യൂ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ലേറ്റ് ആയത്. ഒരാഴ്ച പോലെ ഞാൻ ഈ ഒരു ഫോൺ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസും കൂടെ ഈ ഒരു വീഡിയോയിൽ കൂടി പറയുന്നുണ്ട്. ഈ ഒരു പ്രൈസിന് ഈ ഒരു ഫോൺ വർത്താണോ എന്നൊക്കെ. അപ്പോൾ ഈ ഫോണിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ബോക്സിൽ എന്തൊക്കെയാണ് വരുന്നത് നമുക്ക് നോക്കിയതിനു ശേഷം ഫോണിലേക്ക് പോവാം. ബോക്സ് ഞാൻ മുമ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊന്ന് കാണിക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ഫോണിന്റെ ബോക്സ്. ബോക്സിന്റെ അകത്ത് കാര്യമായിട്ടൊന്നും വരുന്നില്ല എന്ന് നമുക്കറിയാം. എന്നാലും ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി നോക്കാം. ടൈപ്പ് സി ടു ടൈപ്പ് സി ചാർജിങ് കേബിള്, യൂസർ മാനുവൽ, സിം എജക്റ്റിംഗ് ടൂള്, ഇത്ര തന്നെ ഉള്ളു ബോക്സിൽ. ഇപ്പൊ ഇതാണ് നമ്മളെ ഫോണ്. വലിയ കുഴപ്പമില്ലാത്ത ബ്രൈറ്റ്നെസ് ഒക്കെ ഡിസ്പ്ലേക്ക് കിട്ടുന്നുണ്ട്. 6.7 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് സൂപ്പർ അമോ LED ഡിസ്പ്ലേ ആണ് നമ്മൾ ഈ ഒരു ഫോണിന് വരുന്നത്. ഇപ്പൊ ഫുൾ HD പ്ലസ് സൂപ്പർ അമോ LED ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. ഇൻഫിനിറ്റി യു ഡിസ്പ്ലേ എന്നാണ് കമ്പനി ഈ ഡിസ്പ്ലേക്ക് പറയുന്നത്. അതായത് വാട്ടർ ഡ്രോപ്പ് നോച്ചോട് കൂടെയുള്ള ഒരു ഡിസ്പ്ലേ. അതിനെപ്പറ്റി പറയേണ്ട ആവശ്യമില്ലല്ലോ. ഈ ഒരു സമയത്ത് ഈ ഒരു ഡിസ്പ്ലേ വരുന്നത് വളരെ പോരായ്മയായിട്ട് തന്നെ പറയാം. ഇതിലും ചീപ്പ് പ്രൈസിൽ ഒരുപാട് ബ്രാൻഡിൽ നമുക്ക് പഞ്ച് ഹോൾ ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. ആ ഒരു സമയത്ത് ഒരു അപ്ഡേറ്റും ഇല്ലാതെ സാംസങ് വീണ്ടും ഈ വാട്ടർ ഡ്രോപ്പ് നോച്ച് തന്നെ കൊണ്ടുവന്നിട്ടുള്ളത്. A15 എന്ന മോഡലും ഇതേപോലുള്ള ഡിസ്പ്ലേ ഒക്കെ തന്നെ ആയിരുന്നു. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് A15, ഇത് A16. രണ്ടിന്റെ ഡിസ്പ്ലേയും തമ്മിൽ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. ഒരു വർഷം കഴിഞ്ഞിട്ട് പോലും സെയിം ഡിസ്പ്ലേ തന്നെയാണ് രണ്ടിനും കൊടുത്തിട്ടുള്ളത്. എല്ലാം തന്നെ വരുന്നത് സെയിം ആണ്. പിന്നെ സൈഡ് ഭാഗത്ത് ചെറിയ രീതിയിലൊരു ബെസൽസ് കുറച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. പക്ഷെ ബെസൽസ് കുറച്ചിട്ടില്ലെങ്കിലും ഇതൊരു പഞ്ച് ഹോൾ ഡിസ്പ്ലേ കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു. 90 ഹാർട്സിന്റെ റീഫ്രഷ് റേറ്റും 800 നെറ്റ്സ് ആണ് ഇതിന്റെ മാക്സിമം പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത്. പിന്നെ IP54ന്റെ ഡസ്റ്റ് ആൻഡ് സ്പ്ലാഷ് റെസിസ്റ്റൻസ് റേറ്റിംഗും ഈ ഒരു ഫോണിന് വരുന്നുണ്ട്. അതായത് വെള്ളത്തിലിടാൻ പറ്റില്ല, മഴ ആയി കഴിഞ്ഞാലൊന്നും കുഴപ്പമില്ല. അങ്ങനെയുള്ള രീതിയിലുള്ള യൂസിന് ഈ ഒരു വാട്ടർ റേറ്റിംഗ് പറ്റുള്ളൂ. ഇപ്പോൾ ടോട്ടലി ഈ ഡിസ്പ്ലേ സൈഡ് നോക്കുന്ന സമയത്ത് ഒരു ആവറേജ് പെർഫോമൻസ് വരുന്ന ഡിസ്പ്ലേ ആണ്. ബ്രൈറ്റ്നസ് ഒക്കെ ഉണ്ട്, അത്യാവശ്യം വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതിന്റെ ഒരു ഡിസൈൻ ഒക്കെ കണ്ടില്ലേ, ഫുള്ള് വരയും കുത്തും കോമ ഒക്കെ കൊടുത്തിട്ട് ബോറാക്കി വെച്ചിട്ടുണ്ട് ഡിസ്പ്ലേ. ഈ ഒരു ഫോൺ ടോട്ടലി പ്ലാസ്റ്റിക് ബോഡിയിലാണ് വരുന്നത്, ഫുൾ പ്ലാസ്റ്റിക് ബോഡിയാണ്. പെട്ടെന്ന് തന്നെ ഫിംഗർ പ്രിന്റ് പതിയുന്നുണ്ട് ഒരു ഗ്ലോസി ഫിനിഷിൽ വരുന്നത് കൊണ്ട് തന്നെ. സെയിം ഡിസൈൻ ആണ് A15ലും. കണ്ടോ, ഒരു മാറ്റമില്ല. ക്യാമറയും സൈഡും ഈ ഒരു കട്ടിങ്ങും എല്ലാം തന്നെ സെയിം ആണ്. പെട്ടെന്ന് രണ്ടും ഞാൻ കാണിക്കുന്ന സമയത്ത് ഏതാണ് 15 ഏതാണ് 16 എന്ന് മനസ്സിലാവില്ല. ഇത്രയും സിമിലർ ആയിട്ടുള്ള ഡിസൈനാണ്, യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. സെയിം മുകളില് സൈഡില്. പിന്നെ ഒരു മാറ്റം എന്ന് പറയുകയാണെങ്കിൽ 3.5mm ഹെഡ്ഫോൺ ജാക്കാണ് A15 കൊടുത്തിട്ടുള്ളത്. A16 ടൈപ്പ് സി ചാർജിംഗ് പോർട്ടിലാണ് നമ്മൾ ഇയർഫോൺ കണക്ട് ചെയ്യേണ്ടത്. ആ ഒരു മാറ്റം മാത്രം ഇതിൽ വരുത്തിയിട്ടുണ്ട്. ഇത് A16 സിം ട്രേ ആണ് വരുന്നത്. ഒരേ സമയത്ത് 2 സിം കാർഡ് അല്ലെങ്കിൽ ഒരു സിം കാർഡും ഒരു മെമ്മറി കാർഡ് ഇട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ട്രേ കിട്ടുന്നുണ്ട്. ഇത് A15 സിം ട്രേ. ഇത് കുറച്ചും കൂടി ചെറുതാണ്, കുറച്ചും കൂടി വലുതാക്കിയിട്ടുണ്ട്. സെയിം തന്നെയാണ്, ഒരേ സമയത്ത് 2 സിം കാർഡ് അല്ലെങ്കിൽ ഒരു മെമ്മറി കാർഡും ഒരു സിം കാർഡും രണ്ടും ഒരേപോലെ തന്നെയാണ് വരുന്നത്. ഇപ്പൊ A15ലും A16ലും ഒരേ ക്യാമറ ആണ് വരുന്നത്. 50 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറ, 5 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ക്യാമറ, 2 മെഗാ പിക്സലിന്റെ മാക്രോ ക്യാമറ, രണ്ടിലും സെയിം ആണ്. അതുപോലെ 13 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയും ഇതിൽ കൊടുത്തിട്ടുണ്ട്. സെയിം, യാതൊരു മാറ്റവും. അപ്പൊ ക്യാമറന്റെ സാമ്പിൾസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. റിയർ ക്യാമറയിൽ എടുത്തിട്ടുള്ള ഫോട്ടോസിനൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഫോട്ടോസും ഒരു നാച്ചുറൽ കളറൊക്കെയാണ് കിട്ടുന്നത്. വലിയ ഓവർ കളറായിട്ടൊന്നും തോന്നിയിട്ടില്ല. വലിയ കുഴപ്പമില്ലാത്ത ഫോട്ടോസൊക്കെ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഫുൾ HDയിൽ 30 ഫ്രെയിം പെർ സെക്കൻഡിലാണ്. ഇതിൽ മാക്സിമം എടുക്കാൻ പറ്റുന്നതും ഇത് തന്നെയാണ്. പിന്നെ അൾട്രാ വൈഡിലാണ് എടുക്കുന്നത്, ബോക്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൽ പിന്നെ സ്റ്റെബിലൈസേഷൻ ഓപ്ഷൻ കിട്ടുന്നതുകൊണ്ട് ഷേക്ക് കൂടാത്ത വീഡിയോസ് എടുക്കാൻ പറ്റുന്നുണ്ട്. സ്റ്റെബിലൈസേഷൻ ഓൺ ആക്കിയിട്ടാണ് ഇപ്പോൾ എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ഷേക്കില്ല, നല്ല സ്റ്റെബിലിറ്റി കിട്ടുന്നുണ്ട്. സ്റ്റെബിലൈസേഷനൊക്കെ കിട്ടുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. അൾട്രാ വൈഡ് സെൽഫി ക്യാമറയിൽ എടുത്തിട്ടുള്ള ഫോട്ടോസിനും വലിയ കുഴപ്പമില്ലാത്ത ഒരു നാച്ചുറൽ ക്വാളിറ്റി ഉള്ള ഫോട്ടോസൊക്കെ തന്നെയാണ് കിട്ടുന്നത്. പോർട്രേറ്റ് ഫോട്ടോസൊക്കെ അടിപൊളിയായിട്ട് തന്നെ എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഫുൾ HDയിൽ 30 ഫ്രെയിം പെർ സെക്കൻഡിലാണ്. ഇപ്പോൾ സെൽഫി ക്യാമറേൻ്റെ വീഡിയോൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഒരു ആവറേജ് ക്വാളിറ്റിയാണ് കിട്ടുന്നത്. ഇതിൽ സ്റ്റെബിലൈസേഷൻ ഓപ്ഷൻ ഒന്നുമില്ല. നമുക്ക് റിയർ ക്യാമറയിൽ മാത്രമാണ് സ്റ്റെബിലൈസേഷൻ ഓപ്ഷൻ കിട്ടുന്നത്. ഇപ്പോൾ വീഡിയോൻ്റെ ക്വാളിറ്റിയും കൂടെ കാണാം. ഇനി ഫോണിൽ ആൻഡ്രോയിഡ് 14 1UI 6.1 ആണ് വരുന്നത്.
അപ്പോൾ ഈ ആൻഡ്രോയിഡ് 14 എന്നുള്ളത് 6 ഇയർ ആൻഡ്രോയിഡ് അപ്ഡേഷൻ കമ്പനി പറയുന്നുണ്ട്. അതുപോലെ 6 ഇയറിന്റെ സെക്യൂരിറ്റി അപ്ഡേഷനും കമ്പനി പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും യൂസ് ചെയ്യും 6 വർഷമൊക്കെ ഈ ഒരു ഫോൺ? എനിക്ക് തോന്നുന്നില്ല. മാക്സിമം 2 വർഷം 3 വർഷമൊക്കെ യൂസ് ചെയ്താലേ. അപൂർവമായിട്ടുള്ള ആൾക്കാരൊക്കെ നമുക്ക് ചിലപ്പോൾ 6 വർഷമൊക്കെ യൂസ് ചെയ്യാൻ മതി. ഇപ്പോൾ കമ്പനി ഇപ്പോൾ 10 വർഷം പറഞ്ഞാലും നമ്മൾ കേൾക്കും. കാരണം എന്താ വെച്ചാൽ ആരും യൂസ് ചെയ്യാൻ പോകുന്നില്ല. എനിക്ക് തോന്നുന്നില്ല 6 വർഷമൊക്കെ കിട്ടുന്നത്. മാക്സിമം പോയാൽ 2-3 വർഷം കിട്ടിയാലായി. ഇനി ഫോണിൽ മീഡിയാടെക്കിന്റെ ഡിമെൻസിറ്റി 6300 എന്നുള്ളൊരു 5G ഒക്ടാകോർ പ്രോസസ്സറാണ് വരുന്നത്. അപ്പോൾ നമുക്കൊക്കെ അറിയാം 10,000 12,000 രൂപയുടെ ഫോണിലൊക്കെ തന്നെ വരുന്നൊരു പ്രോസസ്സറാണിത്. അതും സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള 5G പ്രോസസ്സർ. എത്ര പെർഫോമൻസ് തരുമെന്ന് നമുക്ക് ഊഹിക്കാനുള്ളൂ. അപ്പോൾ നമുക്കൊക്കെ അറിയാം, ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. ഞാൻ ഇതിൽ ഗെയിമൊക്കെ കളിച്ച സമയത്ത് എനിക്ക് അത്ര ഒരു സുഖമായിട്ട് തോന്നിയിട്ടില്ല. 2 വേരിയന്റിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. നമ്മളെ കയ്യിലുള്ളത് 4GB റാം 128GB സ്റ്റോറേജ്, പിന്നെ 8GB റാം 256GB സ്റ്റോറേജിൽ ഇത് വരുന്നുണ്ട്. ഇപ്പോൾ 4GB റാം എന്നുള്ളത് നമുക്ക് 4GB കൂടെ എക്സ്പെൻഡബിൾ ആണ്. 8GB റാം എന്നുള്ളത് നമുക്ക് 8GB കൂടെ എക്സ്പെൻഡബിൾ ആണ്. അപ്പോൾ ഈ ഒരു 4GB ആൻഡ് 128GBക്ക് UAE വരുന്ന പ്രൈസ് 669 ദിറംസ് ആണ്. ഇന്ത്യയിൽ ഏകദേശം ഇതിന് വരുന്നത് 16,000 രൂപേൻ്റെ അടുത്താണ്. 8GB ആൻഡ് 256GBക്ക് UAE വരുന്ന പ്രൈസ് 809 ദിറംസ് ആണ്. 809 ഇന്ത്യയിലെ ഏകദേശം 19,000 രൂപയാണ് വരുന്നത്. പിന്നെ സാംസങ്ങിന്റെ സ്വന്തം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 5000 mAh ബാറ്ററിയാണ് വരുന്നത്. അത് കുറേ കാലമായിട്ട് അധിക ഫോണിലും ഇതന്നെ കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് സ്വന്തം എന്ന് പറഞ്ഞത്. പിന്നെ ബോക്സിന്റെ കൂടെ ചാർജർ കിട്ടുന്നില്ല എന്ന് നമുക്കറിയാം. 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതും ഇതേപോലെ കുറേ കാലമായിട്ട് 25 വാട്ട് തന്നെയാണ് അധികം ഫോണിലും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. അതിലും യാതൊരു മാറ്റം വരുത്തിയിട്ടില്ല. പിന്നെ സൈഡ് മൗണ്ട് ഫിംഗർ പ്രിന്റ് സെൻസർ എത്രമാത്രം സ്പീഡിലാണ് വർക്ക് ആകുന്നതെന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ സെൻസ് ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ ഫേസ് ലോക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. വലിയ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ ഫേസ് ലോക്കും ഡിറ്റക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെ വരുന്ന കണക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ ഇവിടെ കാണുന്ന ഇത്രയും ഓപ്ഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. വൈഫൈ കോളിംഗ് ഓപ്ഷൻ ഒക്കെ വരുന്നുണ്ട്, NFC വരുന്നുണ്ട്, സ്ക്രീൻ റെക്കോർഡിംഗ്, സ്ക്രീൻ മിററിംഗ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സാംസങ്ങിന്റെ കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. സാംസങ് വാലറ്റ്, ടാപ്പ് ആൻഡ് പേ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ കോളൊക്കെ വരുന്ന സമയത്ത് ക്ലിയർ കൂട്ടാൻ വേണ്ടിയിട്ട് വോയിസ് ഫോക്കസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗാലറിയിലൊക്കെ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് വേറെ ആരെങ്കിലും ഓപ്പൺ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് സെപ്പറേറ്റ് ഒരു പിൻ ഓപ്ഷനൊക്കെ വരുന്നുണ്ട്. പിന്നെ ഓട്ടോ ബ്ലോക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനും വരുന്നുണ്ട്. അതായത് ആപ്ലിക്കേഷനൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആവുന്നതോ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് കയറുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിൽ വരില്ല. അത് നമുക്ക് ഓട്ടോ ബ്ലോക്ക് ആക്കി വെക്കാൻ പറ്റും. അങ്ങനെ തുടങ്ങിയിട്ട് കുറേ ഫീച്ചേഴ്സുകൾ ഇതിൽ അഡീഷണൽ സാംസങ് കൊടുത്തിട്ടുണ്ട്. ഇനി ഫോണിന്റെ സൗണ്ട് ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കേൾക്കാൻ പറ്റും. സിംഗിൾ സ്പീക്കറാണ് വരുന്നത്, സ്റ്റീരിയോ സ്പീക്കർ ഒന്നും കൊടുത്തിട്ടില്ല. ഒന്ന് കേട്ട് നോക്കാം. വലിയൊരു ലൗഡ് സൗണ്ട് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല, എന്നാലും വലിയ കുഴപ്പമില്ലാത്തൊരു ഏവറേജ് സൗണ്ട് ക്വാളിറ്റിയാണ് നമുക്ക് ഇതിൻ്റെ സ്പീക്കറിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു 7-8 ദിവസം യൂസ് ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ എനിക്കിതിൽ വലിയ ഹാങ്ങിങ്ങോ കാര്യങ്ങളൊന്നും തോന്നിയിട്ടില്ല. ഇത്ര ദിവസം യൂസ് ചെയ്തതിൻ്റെ ഇനി കുറച്ച് കഴിയുമ്പോൾ ഹാങ്ങിങ്ങോ കാര്യങ്ങളോ വരുമെന്ന് എനിക്കറിയില്ല. പിന്നെ ഹീറ്റിൻ്റെ പ്രോബ്ലം കാണാൻ സാധിച്ചിട്ടില്ല. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ വീഡിയോ കാണുന്ന സമയത്ത് വലിയ കുഴപ്പമില്ലാതെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഡിസ്പ്ലേ എല്ലാം തന്നെ കുത്തും കോമയൊക്കെ കൊടുത്തിട്ട് കൊളാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ബിൽഡ് ക്വാളിറ്റി ഒക്കെ തന്നെ ഒരു നോർമലാണ്. അപ്പോൾ ഇത്രയും പ്രൈസും കൊടുത്തിട്ട് ഈ ഒരു ഫോൺ എടുക്കുന്നത് വേസ്റ്റ് തന്നെയാണ്. കാരണം ഒരുപാട് കൂടുതലാണ് ഇതിന് ഈ പ്രൈസ്. പറയത്തക്ക ഫീച്ചേഴ്സ് ഒന്നും ഇതിൽ കാണാൻ പറ്റിയിട്ടില്ല. A16 കമ്പയർ ചെയ്യുന്ന സമയത്ത് സാംസങ്ങിൻ്റെ തന്നെ A15 എന്ന മോഡൽ, ഇപ്പോൾ നമ്മൾ കണ്ട ഈ ഒരു മോഡൽ ഇത്രയും പ്രൈസ് വരുന്നില്ല, എത്രയോ പ്രൈസ് കുറവാണ്. സെയിം ഫീച്ചേഴ്സാണ് ഓൾമോസ്റ്റ് വരുന്നത്, ചെറിയ ചെറിയ മാറ്റം മാത്രമേ വരുത്തിയിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും പ്രൈസ് കൊടുത്തിട്ട് A16 എടുക്കേണ്ട ഒരു കാര്യമില്ല. A15 എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇതിലും കൂടുതൽ ഫീച്ചേഴ്സ് ഉള്ള ഫോണുകൾ ഇതിലും കുറഞ്ഞ പ്രൈസിന് ഇപ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു സമയത്താണ് ഇത്രയും പ്രൈസ് ഇട്ടിട്ട് ഒരു ഫോൺ ഇറക്കിയിട്ടുള്ളത്. വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നിങ്ങൾ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാം. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ സാംസങ്ങിൻ്റെ A16 5G എന്ന മോഡലിൻ്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.